ആക്ടിങ്ങും പാട്ടും വരെയും പരിപാടി ഞങ്ങൾ താല്പര്യമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി പ്രൈവറ്റായിട്ടാണ് ചെയ്തത്. മാർക്ക് കുറവായിരുന്നു, പാസ്സായി പോകുന്നുണ്ട്. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറാണ് പറഞ്ഞത്, ഞാൻ തൃശ്ശൂർ ഒരു സ്കൂൾ ഓഫ് ഡ്രാമ ഒരു സ്ഥാപനമുണ്ട് അടുത്തല്ലേ, അപ്പോൾ എന്തുകൊണ്ടത് നോക്കിക്കൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നാടകം എന്ന് വെച്ചാൽ അങ്ങനെ അഭിനയിക്കും എന്നൊക്കെ അല്ലാണ്ട് നാടകം എന്നുള്ള വിഷയത്തെ കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്ന് അവിടെ ജോയിൻ ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ എന്താണ് ശരിക്കും നാടകം എന്നുള്ളത് മനസ്സിലാക്കി നാടകത്തിന് ഇഷ്ടപ്പെടാനൊക്കെ പറഞ്ഞു. അപ്പോൾ സിനിമയാണ് തുടക്കത്തിൽ എല്ലാ കുട്ടികളെയും പോലെ സിനിമാകാരനാണെന്നുള്ള ആഗ്രഹത്തിലേക്കാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പുലി മനുഷ്യന്റെ ചോര കുടിക്കുന്ന കഥ പറഞ്ഞാൽ മതി. ഒരിക്കൽ മനുഷ്യന്റെ ചോര കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതിനൊരു ക്രേവിംഗ് ഉണ്ടാകുന്ന പറയും പുലിക്ക് എന്ന് പറഞ്ഞ പോലെ നാടകം ഒരിക്കൽ നമ്മുടെ ഇതിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ തിയേറ്ററിലേക്ക് ആ പഠനത്തിലൂടെയാണ് നാടകത്തിലേക്ക് വരുന്നത്. അതൊരു വളരെ വലിയ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. ഞാനിപ്പോൾ ഒരു വിശ്വാസിയൊന്നുമല്ല. പക്ഷെ അപ്പൊ അങ്ങനെ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞാൻ അവിടെ ജോയിൻ ചെയ്തത് 85-ലാണ്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അന്തരീക്ഷം എന്ന് വെച്ചാൽ അന്ന് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് വളരെ ഫ്രീ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. അധ്യാപകരുണ്ട്, നല്ല മികച്ച അധ്യാപകരുണ്ടായിരുന്നു. ജി ശങ്കരപിള്ള സാറിനെ പോലുള്ള ആൾക്കാരുണ്ട്, പുറത്തുനിന്ന് ഗസ്റ്റായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ആ സമയം വളരെ സ്വയം തിരിച്ചറിയാനും നമുക്ക് സമൂഹത്തിന്റെ ഒരു സാധാരണ ഒരു ബൗണ്ടറികൾക്ക് പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ അത് വലിയ എക്സ്പീരിയൻസ്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ആർട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളതിനപ്പുറം ജീവിതത്തിന്റെ വ്യത്യസ്ത സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഞാനിപ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഡ്രാമ സ്കൂൾ ജീവിതത്തെ കാണുന്നത്. കലയതിനു ശേഷം വരുന്നത് തിയേറ്റർ ബേസിക്കലി എന്താണ് തിയേറ്ററിനെ തിയേറ്റർ ആക്കുന്നത് ചോദിച്ചാൽ മനുഷ്യനും തമ്മിൽ ഇന്ററാക്ഷനാണ്. അതാണ് സിനിമയിൽ ഇല്ലാത്തതും. സിനിമ ടെക്നോളജിക്കൽ ആയിട്ടുള്ള മീഡിയ. തിയേറ്റർ എന്ന് വെച്ചപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തിയേറ്ററാണ്. ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചാൽ ഇത് കാണാൻ മൂന്നാമതൊരാളിരിക്കണമെങ്കിൽ അതൊരു തിയേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ എൻ പിള്ള സാറ് പണ്ട് പറഞ്ഞ പോലെ നിൽക്കാനൊരു തറ, പുറകിലൊരു മറ, മുമ്പിൽ കാണാനൊരാളുണ്ടെങ്കിൽ നാടകം സംഭവിക്കുന്നത്. വേറെ ഒന്നും വേണ്ട, നമുക്ക് വലിയ കേട്ടറോ സ്റ്റേജ് ഒന്നും വേണ്ട. ഇപ്പൊ പെട്ടെന്ന് പറയാവുന്ന ഉദാഹരണമാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡിൽ എല്ലാവരും ബസ് കാത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളുടെ ഒരു വിളി കേൾക്കുന്നു. കുറെ ആൾക്കാർ ഓടി അവിടെ ചെല്ലുന്നു. ഈ ആൾക്കാരൊക്കെ അത് കണ്ടുകൊണ്ട് നിന്നു. അയാൾ ഇവരോട് ഇന്ററാക്ട് ചെയ്യുന്നു. കുറെ ആൾക്കാർ ഈ കാഴ്ച കണ്ടുകൊണ്ട് അത് തിയേറ്ററാണ്, അല്ലെങ്കിൽ തെരുവ് സർക്കസ് തിയേറ്ററാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാൻ മറ്റൊരാൾ കണ്ടുകൊണ്ടിരിക്കുക, ഇതാണ് തിയേറ്റർ. അപ്പൊ ഇതാണ് തിയേറ്ററിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിങ്ങൾ പറഞ്ഞ മെക്കാനിസം എന്ന് പറയുന്നത് മനുഷ്യനും തമ്മിൽ ഇന്ററാക്ഷൻ. ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടാണ് പോയതെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ ഒരു ജീവനാണ് നമ്മളെ തിയേറ്ററിലേക്ക് കുക്ക് ചെയ്യുന്നത്. അത് ലോകത്തെ ഏത് നാടകത്തിൽ നിന്നും ഏത് കലാകാരൻ സിനിമയിൽ എവിടെ പോയിട്ടും അയാളോട് ചോദിച്ചാൽ അതിന് വേണ്ടി തിരിച്ചു പറയും, സിനിമയൊക്കെ കൊള്ളാം, പൈസയുണ്ട്, ഗ്ലാമറുണ്ട്, പക്ഷെ എനിക്ക് നാടകത്തിന് അത്ര തൃപ്തി തരുന്നില്ല എന്ന് പറയും. അതിന്റെ കാരണം ഈ പറഞ്ഞൊരു ലൈവായിട്ടുള്ള ഇന്ററാക്ഷനാണ്. കാരണം ഞാൻ ഇന്ന് കളിക്കുന്ന നാടകം അല്ല ഞാൻ ഇന്ന് വൈകുന്നേരം കളിക്കുന്നു, അതല്ല ഞാൻ നാളെ കളിക്കും. ഓരോ നാടകവും വ്യത്യസ്തമാണ്, ഓരോ അവതരണവും വ്യത്യസ്തമാണ്. ആ ഒരു പ്രത്യേകതയാണ് നാടകക്കാരന് നാടകത്തിലേക്ക് കുക്ക് ചെയ്ത് നിർത്തുന്നത്. നമുക്ക് നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മളൊരു പെർഫോമൻസ് ചെയ്യുന്നു, ഓഡിയൻസ് അത് കാണുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവർ ചിന്തിക്കുന്നു, അവർ ഇമോട്ട് ചെയ്യുന്നു. കഥാസിസ് വിമലീകരണം നടക്കുമ്പോൾ പറയാം. അത് നാടകത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. ഒരു നാടകം പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുക, അവരത് കാണുക, അവർ ചിന്തിക്കുകയോ രസിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനപ്പുറം നാടകത്തിൽ വേറൊരു സാധ്യത. ആ സാധ്യതയിലാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു നടനാകുന്നതിന് പറയും വളരെ വളരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പരിശീലന പദ്ധതികളുണ്ട്. കാരണം ഒരു നടന്റെ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞാൽ ശരീരവും ശബ്ദവും മനസ്സും. ഈ 3 ടൂൾ ഉപയോഗിച്ചിട്ടാണ് അയാൾ പെർഫോം ചെയ്യുന്നത്. ഒരു ശില്പിയെ സംബന്ധിച്ച് അയാൾക്ക് കളിമണ്ണുണ്ട്, അതാണ് അയാളുടെ മീഡിയം അല്ലെ. ഒരു ശില്പിയെ സംബന്ധിച്ച് കളിമണ്ണാണ് അയാളുടെ മീഡിയം.
ഉളിയും ചുറ്റുകയും അല്ലെങ്കിൽ കമ്പിയും കത്തിയുള്ള ടൂളാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വാക്കുകളുള്ള മീഡിയമാണ്, മാധ്യമമാണ്, പേനയും പേപ്പറുള്ള ടൂൾസാണ്. പക്ഷെ ഒരു നടനെ സംബന്ധിച്ച് ഈ മാധ്യമവും ടൂളും രണ്ടല്ല, മീഡിയവും ടൂളും രണ്ടും ഒന്ന് തന്നെയാണ്. ശരീരം, ശബ്ദം, മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളെ മികച്ച രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആക്കുകയും അതിനെ എന്താ പറയുക, അതിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു നടന്റെ പരിശീലനം. ഇതിന് വളരെ കൃത്യമായിട്ട് അത് ഈസ്റ്റേൺ നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസിലാണെങ്കിലും നമ്മുടെ ക്ലാസിക്കൽ ആർട്ട് ഫോംസിലാണെങ്കിലും മോഡേൺ തിയേറ്ററിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള പരിശീലന പദ്ധതികൾ. അപ്പൊ ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു നടനെ നടനാക്കി എടുക്കാനുള്ള ഈ പരിശീലന പദ്ധതികൾ ഒരു നടനൊന്നും ആവാൻ ആഗ്രഹമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ആ പദ്ധതികളിലൂടെ കടത്തി കൊണ്ടുപോയാൽ എന്താ ഗുണമുണ്ടാവും? അയാൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും, അയാൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് മുന്നിൽ നിൽക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും, എങ്ങനെ നിൽക്കണം എന്ന് മനസ്സിലാവും, എങ്ങനെ ശബ്ദം ഉപയോഗിക്കണം, എങ്ങനെ ശരീരഭാഷ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ അതുകൊണ്ട് ഗുണമുണ്ട്. അയാൾ നാടകത്തിലൊന്നും അഭിനയിക്കില്ല, പക്ഷെ അയാളെ കൊണ്ട് ഒരു തിയേറ്ററിലെ ഒരു ആക്ടറെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ രീതികളിലൂടെ ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ഒരു വീട്ടമ്മയാകാം, ഒരു കച്ചവടക്കാരനാകാം, ഒരു സെയിൽസിന്റെ ആളാകാം, ആരും ഏതാണെങ്കിലും ആ പദ്ധതിയിലൂടെ കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ആത്മവിശ്വാസവും സംഘമായി പ്രവർത്തിക്കാനുള്ള കഴിവുകളും സ്വയമുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നാടക നടന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നാടകം കളിക്കാനുള്ള ഭാഗ്യമുള്ള നടനാണെങ്കിൽ അയാൾക്ക് ഓഡിയൻസിന്റെ കയ്യിൽ നമുക്ക് അപ്പം തന്നെ ഫീഡ്ബാക്കുകൾ കിട്ടും. അത് അവരൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ ഓഡിറ്റോറിയൽ ഇരിക്കുകയും അവർ ബിഹേവ് ചെയ്യുകയും ചെയ്ത രീതി കണ്ടാൽ അറിയാം അവർ നാടകം എങ്ങനെ എടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ. പലപ്പോഴും ആൾക്കാർ നമ്മളോട് പറയുകയും ചെയ്യും എന്താണ്. പക്ഷെ നമ്മളൊരു ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്തം കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് സിനിമയ്ക്ക് അതിഭീകരമായിട്ടുള്ള ഒരു പ്രാധാന്യം നിൽക്കുന്നു. ഒരു നാടകക്കാരനെ സംബന്ധിച്ച് എത്രയോ മാസങ്ങൾ കഷ്ടപ്പെട്ട റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഒരാൾ ഒരു നാടകം കളിക്കുക. പക്ഷെ ആ നാടകം കളിക്കുന്ന ഒറ്റ പെർഫോമൻസിൽ അത് തീർന്നു, ചിലപ്പോൾ 5-10 പെർഫോമൻസിൽ തീർന്നു. അയാൾ എടുക്കുന്ന പണിക്ക് തുല്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രതികരണം പ്രേക്ഷകനിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. നേരെ കുറച്ച് ഒരു 3-4 സിനിമയിൽ പോലും അഭിനയിച്ചാലും നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വെളിയിൽ വെച്ച് നിങ്ങളെ കാണുന്ന ഓഡിയൻസ് നിങ്ങൾക്ക് വളരെ വലിയ കൂടിയ പ്രതികരണമാണ് നിങ്ങൾക്ക് എപ്പോഴും തന്നിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മള് നാടകത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി സ്വയം അയാളെ എനിക്ക് കിട്ടുന്ന ഇത് മതി എന്ന് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഇത്രയും മതി എന്ന് സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് ജീവിതം ഒരു ദുരന്തമായിരിക്കും. കാരണം ഇപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കൊച്ചു സിനിമകളിൽ നിന്ന് പോലും കിട്ടുന്ന വലിയ ഫീഡ്ബാക്കുകൾ കൊണ്ട് ആൾക്കാർ വലിയ ആൾക്കാരായിട്ട് ഞെളിഞ്ഞു കിടക്കുന്നു. സമൂഹം മൊത്തം, പ്രത്യേകിച്ചും ടെലിവിഷനൊക്കെ വന്നപ്പോൾ ഒരുപാട് സിനിമ കാണിക്കപ്പെടുന്നു. അപ്പൊ സിനിമയാണ് ജീവിതം എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു സമയത്ത് നാടകക്കാരന് വേണ്ടത്ര ഒരു ക്രെഡിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ അത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നാടകത്തിനെ സംബന്ധിച്ച് നാടകം കളിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാടകം കളിക്കാൻ ഭാഗ്യമുള്ള ഒരു നടനാണെങ്കിൽ ഞാൻ പറയും. കാരണം ഇന്ന് പൊതുവെ നാടകം വളരെ കുറച്ച് സംഭവിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് നടന്മാരുണ്ടെങ്കിലും നാടകം നല്ലൊരു നാടകം ഉണ്ടാക്കി അത് പ്രേക്ഷകരിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു ആക്ടർ ആണെങ്കിൽ അയാൾക്ക് കേരളത്തിൽ നിന്നും ഒരു ഓഡിയൻസിൽ നിന്നും മികച്ച റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. അതിന് പഴയ കാലത്തൊന്നും കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ പണ്ട് 80കളിലോ അല്ലെങ്കിൽ 60കളിലോ 70കളിലോ നാടകങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ഇപ്പൊ ഗീതയിലെ പാപ്പച്ചനോ അല്ലെങ്കിൽ അങ്ങനെ പഴയ ഒരു നാടകക്കാരന് കിട്ടിയ ഒരു ഇത് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് റീസണബിൾ ആയിട്ട് കിട്ടുന്ന കാര്യം അവർക്ക് കിട്ടുന്നുണ്ട്. നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നാടകത്തിന്റെ മേഖലയിൽ ടെക്നോളജിയുടെ ഒരു ഇൻവോൾവ്മെന്റ് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ നടക്കുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ 3-4 വർഷം പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം 3 വർഷം വന്ന പ്രൊഡക്ഷൻസിൽ പലതിലും വളരെ ഹൈ എൻഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ പ്രൊഡക്ഷൻസ് നടത്തുന്നത്. അത് കാണുന്ന ഒരു സുഖം. ലൈറ്റിങ്ങിലാകട്ടെ അല്ലെങ്കിൽ വീഡിയോ ഇമേജസ് പ്രൊജക്ട് ചെയ്യുന്നത് തൊട്ട് അല്ലെങ്കിൽ ഓഡിയോ സ്റ്റേജിന്റെ ബാക്കിൽ ക്യാമറയുടെ താഴെ ഓബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്ത് അത് അപ്പം തന്നെ സ്റ്റേജിൽ കാണിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വലിയ ടെക്നോളജികൾ അത് നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനൊക്കെ ആയിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നാടകം അത് എത്രമാത്രം അത് നാടകത്തിന് ഗുണപരമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന്റെ സംശയമുണ്ട്.
കാലത്തിനൊത്ത് നാടകം വളരണം ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞൊരു പോയിന്റ്, നാടകം എന്ന് വെച്ചാൽ ബേസിക്കലി മനുഷ്യനും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അവിടെ അതിനെ സഹായിക്കുന്ന രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കാമെന്നല്ലാതെ പലപ്പോഴും നമ്മൾ കാണുന്ന പ്രശ്നം ടെക്നോളജി നാടകത്തെ വിഴുങ്ങുകയാണ്. അല്ലെങ്കിൽ ആ നാടകീയതയെ ടെക്നോളജി കൊണ്ട് വിഴുങ്ങിയിട്ട് ടെക്നോളജിയുടെ നാടകീയതയാണ് വരുന്നത്. അത് എത്രമാത്രം ഗുണപരമാണ് എന്ന് എനിക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് പുറത്തൊരു വിദേശത്ത് വരുന്ന ഒരു പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു അത്രയും പെർഫെക്ഷൻ നമ്മളവിടെ പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല ആൾക്കാരും വളരെ പരിതാപകരമായിട്ട് പരാജയപ്പെടുന്നതും കാണാറുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഞാനൊരു ഫനാറ്റിക് അല്ല, എന്ന് വെച്ചാൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും ഉപയോഗിക്കാം, എക്സ്പെരിമെന്റ് ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്യണം, ചെയ്യുന്നതിനാണ് തിയേറ്ററിന്റെ ഡെവലപ്മെന്റിന് സഹായമാവുക. പക്ഷെ ഒരു ബാലൻസ് വേണം. ഈ പറഞ്ഞ ഹ്യൂമൻ ഇന്ററാക്ഷന്റെ തലത്തെ ഒരുപാട് അതിരുകളൊന്നും വേദിക്കാത്ത രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആദ്യത്തതും ഏറ്റവും പ്രഥമമായിട്ടുള്ള വഴി പാരന്റ്സ് വായിക്കുക എന്നുള്ളതാണ്. പാരന്റ്സ് വായിക്കാന്നിടത്തോളം കാലം എത്ര തലവത്തി നിന്നാലും കുട്ടികൾ വായനയിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ അനുഭവം, എനിക്ക് അറിയാവുന്നവരുടെ അനുഭവമൊക്കെ വെച്ച് വീടുകളിൽ പുസ്തക ശേഖരങ്ങൾ ഉണ്ടാകുകയും പാരന്റ്സ് അത് വല്ലപ്പോഴൊക്കെ എടുത്ത് ഒരു ദിവസത്തിൽ അവരുടെ കുറച്ച് സമയം വളരെ ഗൗരവമായിട്ട് ശല്യപ്പെടുത്തി മാറിയിരിക്കും, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും വായനയിലേക്ക് വന്നിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു വരില്ല എന്നല്ലേ പറയുന്നത്. പക്ഷെ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വഴി വീട്ടിൽ പാരന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളുടെ അന്തരീക്ഷത്തിൽ വായന ഒരു വളരെ ഗൗരവമായ ആക്ടിവിറ്റി ആയിട്ട് നടക്കപ്പെടുന്നു എന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ, പിന്നെ കുട്ടികൾ ബേസിക്കലി ഇമിറ്റേറ്റിങ്ങിന്റെ ആൾക്കാരാണ്, അവർ ഇമിറ്റേറ്റ് ചെയ്യണം, അവർ സ്വാഭാവികമായിട്ടും ശീലങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഏറ്റവും നല്ല വഴി. പിന്നെ സ്കൂളുകൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ നമ്മുടെ സ്കൂളുകൾക്ക് നൽകാൻ സമയമില്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് വേദപ്പെട്ടിട്ട് കാര്യമില്ല. ഞാനും പുതിയ തലമുറപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഒരു മെസ്സേജ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു സിനിമയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച്, നാടകത്തിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും കഷ്ടപ്പെടാനാണ് തയ്യാറാവുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് നാടകത്തിൽ നിന്നൊരു മെച്ചം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. അൺലെസ് ആൻഡ് അൺടിൽ യു ഗോ ഫോർ എന്താ പറയുക ഒരു ഫോറിൻ പ്രോജക്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കും. അല്ലാതെ കേരളത്തിൽ ഒരു സാധാരണ നാടകമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, ജീവിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, നാടകം മാത്രമായിട്ട് കഴിയുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അതൊരു കേരളത്തിന്റെ ഒരു എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട പൈസ ജനറേറ്റ് ചെയ്യാൻ എനിക്ക് നാടകത്തിൽ നിന്ന് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേറെ വഴികൾ അന്വേഷിക്കുന്നത്. അപ്പൊ വളരെ തുച്ഛമായ രീതിയിൽ ജീവിക്കാൻ, അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ സ്വയം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പിടിക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് ഒരുപാട് നാടകം കൊണ്ട് മാത്രം ജീവിക്കാം. പക്ഷെ ഒരു കുടുംബം ഉണ്ടാവുക, കുട്ടികൾ ഉണ്ടാവുക, പാരന്റ്സിനെ നോക്കേണ്ടി വരും, ഇത്തരം ബാധ്യതകൾ വന്നാൽ കേരളത്തിൽ നാടകം കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ എളുപ്പമില്ല. അതുകൊണ്ട് നാടകത്തിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് എൻ്റെ ഉപദേശം, ബി പ്രിപ്പയർ. അങ്ങനെ വീട്ടുകാരായിട്ട് അത് കൺവിൻസ് ചെയ്യട്ടോ അല്ലെങ്കിൽ അവരെ എതിർത്തിട്ടോ സ്വയം ഈ ഒരു ചങ്കൂറ്റത്തോടുകൂടി അല്ലാതെ നാടകത്തിലേക്ക് വരാതിരിക്കുകയാണ് ഭംഗി. സിനിമയിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് എൻ്റെ അനുഭവം വെച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കടുത്ത ഒരു ഹൈറാർക്കി നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഈ പുതിയ ജനറേഷൻ സിനിമാക്കാരുടെ ഇടയിൽ അത് വളരെ കുറവായിരിക്കും. പക്ഷെ പൊതുവെ സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ഹൈറാർക്കിയും വൃത്തികെട്ട ഹൈറാർക്കി നിലനിൽക്കുന്ന മേഖലയാണ്. നമുക്ക് മനസ്സോർന്ന് സംസാരിക്കാൻ, ആൾക്കാരോട് സത്യത്തിലായിട്ട് പെരുമാറാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ നന്നായിട്ട് ഹ്യൂമിലിയേഷൻ അനുഭവിക്കാൻ തയ്യാറായിട്ട് സിനിമയിലേക്ക് പോകാനാണ് എൻ്റെ ഉപദേശം. കാരണം അത്യാവശ്യം ചില ആത്മാഭിമാനം ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സിനിമയിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്ര മോശമായിട്ടാണ് പലപ്പോഴും നമുക്ക് അവിടെ നിന്ന് പെരുമാറ്റം കിട്ടുക. അതുകൊണ്ട് അതിനെ തടുത്തു നിർത്താൻ എൻ്റെ ലക്ഷ്യം നേടിയേ ഞാൻ പിന്മാറും. അതിനുള്ള എന്തൊക്കെ ചവിട്ട് കിട്ടിയാലും ഞാൻ താങ്ങി നിൽക്കും എന്നുള്ള മാനസികാവസ്ഥയോടുകൂടി സിനിമയിൽ പോകുമായിരിക്കും നല്ലത്. രണ്ടോളം എനിക്ക് പറയാം. ഞാൻ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഞാനും ഏത് നടനെ പോലെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന നടനാണ്. പക്ഷെ എനിക്ക് ആൾക്കാരെ പിന്നാലെ പോയിട്ട് അവസരം ചോദിക്കാൻ എന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരാളെ വിളിച്ച സാർ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അയാളെ പേർത്തും വിളിച്ചുകൊണ്ടിരിക്കുക, അയാളെ ഇങ്ങനെ പിന്നാലെ നിൽക്കുക, അയാൾ നഗരത്തിൽ വന്നത് കണ്ടോടെ അയാളുടെ ഹോട്ടലിൽ പോവുക, അയാൾ കണ്ടുകൂടി ടീമിന്റെ കൂടിയിരിക്കുക, അയാളെ ഇങ്ങനെ മൂടി താങ്ങുക എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിന് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലെ അവസരങ്ങൾ വളരെ കുറവാണ്. എന്നെ തെരഞ്ഞെടുപ്പിച്ച് ഇങ്ങോട്ട് റോളുകളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇനി വരുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വന്നാൽ നല്ല കാര്യം ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികളോടുള്ള പ്രവർത്തനം.